Okay, today we are going to discuss the next topic in our syllabus, that is properties of Fourier transform. Okay, we are already discussed about what is Fourier transform and what operation is we are doing in Fourier transform, and we are already discussed one or two numericals related to Fourier transform. Okay, so now we have to discuss about properties of Fourier transform. Okay, Fourier transform pair possess some important properties which enable us to solve more complex signals. Okay, these properties also give more insight into the time and frequency domains. Okay, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫോറിയർ ട്രാൻസ്ഫോംസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പറഞ്ഞു അത് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള അനാലിസിസിനൊക്കെ ഫോറിയർ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, നമ്മളിനി കുറച്ച് ഫോറിയർ ട്രാൻസ്ഫോം പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വിച്ച് എനാബിൾ അസ് ടു സോൾവ് എ മോർ കോംപ്ലക്സ് സിഗ്നൽസ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് കുറച്ചുകൂടി ഇപ്പം സിംപ്ലർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഡയറക്ട്ലി ചെയ്തു അനാലിസിസ് ഒക്കെ ചെയ്യാം. ഓക്കെ, ബട്ട് സംവാട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള സിഗ്നൽസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കത് ഫുൾ ഫോറിയർ ട്രാൻസ്ഫോം വെച്ച് ചെയ്യുന്നതിലും ബെറ്റർ ആയിട്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് ആ ഒരു സിഗ്നലിനെ നമുക്ക് എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ലാപ്ലാസ് ട്രാൻസ്ഫോം എന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അധികവും പ്രോപ്പർട്ടീസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി പറഞ്ഞിട്ട് അത് ഡിഫൈൻ ചെയ്യുക, അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ എനി 4 പ്രോപ്പർട്ടീസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. So first property is linearity. Okay, linearity we already studied in first module. Okay, linear systems. What is a linear system and എങ്ങനെയാണ് ഒരു സിസ്റ്റം ലീനിയർ ആവുന്നത്, ആ കേസൊക്കെ നമ്മളിവിടെ പഠിച്ചു അല്ലേ. എന്താണ് സിസ്റ്റം വിച്ച് ഒബേസ് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ലീനിയർ. ഓക്കെ, ആ ഒരു കേസ് അവിടെ പഠിച്ചതാണ്. അതുപോലെ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫസ്റ്റ് കേസ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, ലീനിയാരിറ്റി. Okay, എന്താണ് linearity? If x1 of t, that is signal in time domain, okay, its Fourier transform is x1 of j omega, that is corresponding signal in frequency domain, and x2 of t and its Fourier transform is capital X2 of j omega, then ax1 of t plus bx2 of t Fourier transform gives ax1 of j omega plus bx2 of j omega. Okay, this is linearity property. Okay, ഒന്ന് വേഗം ഈ പ്രോപ്പർട്ടി ഒന്ന് എഴുതി വെച്ചേ. Linearity property write down ചെയ്തോ. If x1 of t Fourier transform is x1 of j omega and x2 of t Fourier transform is x2 of j omega, then ax1 of t plus bx2 of t Fourier transform gives ax1 of j omega plus bx2 of j omega. Okay, this is linearity property. Okay, ഇത് ഓർത്ത് വെക്കാം. Okay, next step or next property, time shifting property. Okay, time shift property എന്താണ്? If x of t Fourier transform is x of j omega, then x of t minus t0. Okay, ഇതല്ലേ ടൈം ഷിഫ്റ്റിംഗ്. t minus t0 ആണ് എന്താണ് നമ്മളെ ടൈം ഡൊമെയിനിലുള്ള ടൈം ഷിഫ്റ്റിംഗ്. ഓക്കെ, ദാറ്റ് ഗീവ്സ് ഓർ x of t minus t0 Fourier transform gives e raised to minus j omega t0 into x of j omega. ഓക്കെ, ഇവിടെ നോക്കിയേ, shift in time domain corresponds to multiplication by. Okay, ഇതെങ്ങനെ വരുന്നേ? Here shift in time domain in നമുക്ക്
ഈ ഒരു എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ടൈം ഡൊമെയിനിലുള്ള ഈ ഒരു സിഗ്നലിന്റെ ഷിഫ്റ്റ് ആണ്. ഓക്കെ, അത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമെയിനിലേക്ക് വരുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ബൈ എ എക്സ്പോണൻഷ്യൽ ടേം. ഓക്കെ, എക്സ് ഓഫ് ടി മൈനസ് ടി സീറോ എന്നുള്ളതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ വി വിൽ ഗെറ്റ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ. നോക്കിയേ, ടൈം ഡൊമൈനിലുള്ള ഒരു സിഗ്നലിൽ നമ്മൾ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ കൊടുക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നലിന് എന്താ സംഭവിക്കുന്നത്? ദാറ്റ് സിഗ്നൽ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ എൻ എക്സ്പോണൻഷ്യൽ സിഗ്നൽ ഓർ എക്സ്പോണൻഷ്യൽ വാല്യൂ. ഓക്കെ, അതാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, സോ ഷിഫ്റ്റിംഗ് ടൈം ഡൊമൈൻ ഉള്ള ഒരു സിഗ്നലിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ സിഗ്നൽ ലൈക്ക് എക്സ്പോണൻഷ്യൽ വാല്യൂ ഈസ് മൾട്ടിപ്ലൈഡ് ടു ദി ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ആ ഒരു സിഗ്നൽ. ഓക്കെ, ആ രീതിയിലാണ് എന്ത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വരുന്നത്. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഐ എം ടേക്കിംഗ് ഇ റൈസ് ടു മൈനസ് 3t u of t. Okay, this is x of t and I had to find the Fourier transform. So x of t Fourier transform gives x of j omega. So e raised to minus 3t u of t, its Fourier transform, what is the value? E raised to minus 3t u of t. Fourier transform of e raised to minus 3t u of t, what is the value? നമ്മൾ ഇന്നലെ ചെയ്ത ന്യൂമറിക്കൽസിൽ ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ഒക്കെ ഉണ്ട് അല്ല. ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടിയും ഇ റൈസ് ടു മൈനസ് ഇ റൈസ് ടു എ ടി യു ഓഫ് ടി ഉണ്ട്. ഓക്കെ, അപ്പൊ അത് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോളൂ, നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം, അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എന്ന്. ഓർമ്മയുണ്ടോ? ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു ടേം നമ്മൾ ഇന്നലെ ചെയ്തൊരു ന്യൂമറിക്കലിൽ ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ആ ഒരു കേസിന്റെ ഇതാ ഈ ഒരു ടേമിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടിയത്? ഫൈനലി 1/a+j ഒമേഗയാണ്. ഓക്കെ, അപ്പൊ അതന്നെയാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് 3t u of t എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ഓക്കെ, ഇങ്ങനെ എഴുതാം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/a+j ഒമേഗയാണ്. ഓക്കെ, 1/a+j ഒമേഗയാണ്. ഇവിടെ എന്താണുള്ളത്? ഇ റൈസ് ടു മൈനസ് 3t u of t ആണ്. സോ ഇറ്റ്സ് ഫോറിയർ ട്രാൻസ്ഫോം വിൽ ബി ഈക്വൽ ടു 1/3+j ഒമേഗ. മനസ്സിലായോ? എക്ക് പകരം എന്താണ് ഇവിടെ 3 എന്നുള്ള വാല്യൂ ആണുള്ളത്. സോ 1/3+j ഒമേഗ. ഓക്കെ, ഇനി ഇ റൈസ് ടു എ ടി ആണ് എങ്കിലോ? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു എ ടി ആണെങ്കിൽ that is equal to 1/a - j omega. ഓക്കെ, അത് നമ്മൾ ഇന്നലെ ചെയ്ത ന്യൂമറിക്കലിലുള്ള ഒരു അതിൽ കിട്ടുന്ന നമുക്കൊരു സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ഇസ് ഈക്വൽ ടു വാട്ട്? 1/a+j omega. ഓക്കെ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഴുതാം ഇ റൈസ് ടു മൈനസ് 3t u of t ഇറ്റ്സ് ഫോറിയർ ട്രാൻസ്ഫോം വിൽ ബി ഈക്വൽ ടു 1/3+j omega. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഈ ഇ റൈസ് ടു മൈനസ് 3t u of t ഫോറിയർ ട്രാൻസ്ഫോം ഗീവ്സ് 1/3+j omega വന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ഇതുപോലെ എടുക്കാം. But then what is x of t minus t0? That is equal to e raised to minus 3t minus t0 into u of t minus t0. ഓക്കെ, അപ്പൊ ആ രീതിയിലാണ് ഷിഫ്റ്റിംഗ് വരിക. അപ്പൊ ഞാൻ ഇവിടെ ഷിഫ്റ്റിംഗ് കൊടുക്കുന്നത് എക്സ് ഓഫ് ടി മൈനസ് 2, t0 പകരം ഞാൻ 2 കൊടുക്കുകയാണ്. then that will be equal to e raised to minus 3 into t ക്ക് പകരം എന്ത് വരും? t minus 2 വരും into u of t minus 2 വരും. ഓക്കെ, ഇപ്പൊ ഇതാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ടൈം ഡൊമെയിനിലുള്ള സിഗ്നൽ. ഓക്കെ, ഇനി ഇതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? that will be equal to ഒരു എക്സ്പൊണൻഷ്യൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി ഡൊമൈനിലുള്ള സിഗ്നലിനെ ഒരു എക്സ്പൊണൻഷ്യൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു നോക്കിയേ t0 ആണ്. t0 എന്താണ്? ആ ഒരു ഷിഫ്റ്റിംഗ് എത്ര യൂണിറ്റ്സ് ആണ് ഷിഫ്റ്റ് ചെയ്തത്? ഇവിടെ നമുക്ക് 2 യൂണിറ്റ്സ് ആണ് ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. സോ ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു 2 ഇൻറ്റു 1/3+j ഒമേഗ. ദാറ്റ് ഈസ് എക്സ് ഓഫ് ജെ ഒമേഗ.
ക്ലിയർ ആണോ? ഈ ഒരു എക്സാമ്പിൾ ക്ലിയർ ആണോ? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും എന്താണ് പ്രോപ്പർട്ടി പറയുന്നത്. if x of t Fourier transform is x of j omega, then x of t minus t0, its Fourier transform will be equal to e raised to minus j omega t0 into x of j omega. That is, shifting time domain gives, or shifting time domain the frequency transform Fourier transform എടുക്കുകയാണെങ്കിൽ it will gives a term, that is an exponential term is multiplied with the x of j omega. അപ്പോൾ ആ രീതിയിലാണ് നമുക്കത് വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസും ചോദിക്കും. ഓക്കെ, ഇവിടെ എന്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്? എക്സ് ഓഫ് ടി എടുത്തിരിക്കുന്നത് ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടി ആണ്. ഓക്കെ, ആൻഡ് എക്സ് ഓഫ് ടി ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടി ആണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് ടി മൈനസ് 2? അതെന്താണ്? ടൈം ഡൊമൈനിലെ ഷിഫ്റ്റ് ആണ്. സോ ടീൻ്റെ അടുത്തൊക്കെ എന്ത് ചെയ്യണം? ടി മൈനസ് 2 കൊടുക്കുക. സോ ഇ റേസ് ടു മൈനസ് 3 ഇൻറ്റു ടി മൈനസ് 2 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 2. ഓക്കെ, അപ്പം അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ എന്തോ പറഞ്ഞത്? ഇ റേസ് ടു മൈനസ് ജെ ഇൻറ്റു ഒമേഗ ഇൻറ്റു t0 ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗ? ഇ റേസ് ടു മൈനസ് 3t യു ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? ദാറ്റ് ഈസ് 1/3 പ്ലസ് ജെ ഒമേഗ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എക്സ് ഓഫ് ജെ ഒമേഗ. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു എക്സ്പൊണൻഷ്യൽ ടേം ഷുഡ് ബി മൾട്ടിപ്ലൈഡ്. അതെന്താണ്? ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ഇൻറ്റു t0 ആണ്. ഹിയർ ദ ടൈം ഷിഫ്റ്റ് ഈസ് 2 യൂണിറ്റ്സ് ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് t0 വി ക്യാൻ റൈറ്റ് 2 ഹിയർ. സോ ദിസ് ഇസ് ദ ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ? Okay, so this is the time shifting property, and the third one is, one second, frequency shifting. Okay, third one is frequency shifting. Third property is frequency shifting. What is frequency shifting? നമ്മൾ തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തത് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, ഇഫ് എക്സ് ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് ജെ ഒമേഗ, then x of t into e raised to j omega 0t, that is നമ്മൾ ടൈം സിഗ്നലിനെ, ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ multiplied by an exponential term. Okay, that will gives, or its Fourier transform will gives x of j into omega minus omega 0. അതെന്താണ്? ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി ആണ് അല്ലേ? നമ്മൾ എന്താണ് ഈ എക്സ് ഓഫ് ജെ ഒമേഗ 0 മീൻസ് എന്താണ്? അതിൽ ഒമേഗ 0 ആംഗിൾ ഓഫ് ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പം ഒമേഗ മൈനസ് ഒമേഗ 0 എന്താണ്? അത് ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി ആണ്. ഓക്കെ, അപ്പം നമ്മൾ ടൈം ഡൊമൈനിനെ ഒരു എക്സ്പൊണൻഷ്യൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോമിൽ എന്തുണ്ടാവും? ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്. ഓക്കെ, that is, if x of t Fourier transform is x of j omega, then x of t e raised to j omega 0t Fourier transform gives x of j into omega minus omega 0. Okay, നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയും എന്താണ്? രണ്ടും ഒരു ഇന്റർചേഞ്ചബിൾ ആണ്, അല്ലെങ്കിൽ രണ്ടും എന്താണ്? രണ്ടിനെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ടൈം ഷിഫ്റ്റിംഗ് ആണെങ്കിൽ ടൈമിൽ ഷിഫ്റ്റ് വരും. അപ്പോൾ ഫ്രീക്വൻസി ഡൊമൈനിൽ അല്ലെങ്കിൽ ഫോറിയർ ട്രാൻസ്ഫോമിൽ എന്ത് വരും? ഇ റേസ് ടു ജെ ഒമേഗ t0 കൊണ്ടൊരു മൾട്ടിപ്ലിക്കേഷൻ വരും. ഓക്കെ, ഇനി ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും? ടൈം ഡൊമൈനിൽ ഒരു എക്സ്പൊണൻഷ്യൽ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോമിൽ എന്ത് ചെയ്യും? ഫ്രീക്വൻസി ഷിഫ്റ്റ് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ്. ഓക്കെ, ആൻഡ് ഫോർത്ത് പ്രോപ്പർട്ടി ഈസ് ടൈം റിവേഴ്സൽ. ഓക്കെ, ടൈം റിവേഴ്സലും നമ്മൾ ഇവൺ ആൻഡ് ഓഡ് സിഗ്നൽസിലേക്ക് പറഞ്ഞതാണ് അല്ലേ? ടൈം റിവേഴ്സൽ എന്താണ്? അല്ലാതെ നമ്മൾ ഫസ്റ്റ് ഓപ്പറേഷൻസ് ഓൺ സിഗ്നൽസിലും പറഞ്ഞതാണ് ടൈം റിവേഴ്സൽ. That is, if x of t Fourier transform is x of j omega, then x of minus t Fourier transform gives x of minus j omega. That is time reversal. Okay, then fifth property, differentiation in time domain. Okay, that is, if x of t Fourier transform is x of j omega, then d by dt of x of t Fourier transform gives j omega into x of j omega. Okay, and if d square by dt square of x of t is equal to what? Its Fourier transform is equal to j omega square into x of j omega. Okay, this is differentiation in time domain.
Okay, if you are differentiating the time domain, then എന്താണ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ ഒരു ജെ ഒമേഗ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പോകും. Okay, if you are taking the first differentiation, first order differentiation ആണ് d by dt of x of t ആണെങ്കിൽ its Fourier transform will be equal to j omega into x of j omega. Okay, if you are taking the second order differentiation ആണ് d square by dt square of x of t, Fourier transform gives what? J omega square into x of j omega. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് ആ ഒരു ഓർഡർ പോവുക. സോ ടൈം ഡൊമൈനിലുള്ള സിഗ്നൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഫ്രീക്വൻസി ഡൊമൈനിൽ എന്ത് ചെയ്യും? ജെ ഒമേഗയുടെ ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് പോകും. ഓക്കെ, അതാണ് ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമൈൻ. ആൻഡ് സിക്സ്ത് പ്രോപ്പർട്ടി ഈസ് ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി. ഓക്കെ, ഡിഫറൻസിയേഷൻ ഇൻ ടൈം ഡൊമൈൻ ക്ലിയർ ആയി. നെക്സ്റ്റ് സിക്സ്ത് വൺ ഈസ് ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി. ഓക്കെ, അതെന്താണ്? If x of t Fourier transform is x of j, then t into x of t Fourier transform gives j into d by d omega of x of j omega. Okay, that is differentiation in frequency. Okay, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ്. ഇൻ ദ സെൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൂഫ് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസിൻ്റെ ഈ ഒരു t into x of t Fourier transform is equal to j into d by d omega of x of j omega. ഇതിന്റെ പ്രൂഫ് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പം ഈ ഒരു ഇതിൽ നിങ്ങളുടെ ചിലപ്പം എക്സ്പ്ലെയിൻ ദ ഓർ ഡിഫൈൻ ദ ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി ഓഫ് Fourier transform ആൻഡ് ഓൾസോ പ്രൂവ് ദ സെയിം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി എഴുതുക. എന്ത് ചെയ്യാൻ? ഈ ഒരു ഇതിന്റെ ഈ പ്രോപ്പർട്ടി നിങ്ങൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതിന്റെ പ്രൂഫ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇത് സിമ്പിൾ ആണ്. എന്താണ് നമ്മുടെ Fourier ട്രാൻസ്ഫോമിന്റെ ഇക്വേഷൻ? ദാറ്റ് ഈസ് x of j omega. സെക്കൻഡ്. ഓക്കെ, ഈ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കുക. ഈ സിക്സ്ത് പ്രോപ്പർട്ടിന്റെ പ്രൂഫ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ Fourier ട്രാൻസ്ഫോം? ദാറ്റ് ഈസ് x of j omega is equal to integral minus infinity to infinity x of t into e raised to minus j omega t into dt. Okay, this is the equation. E raised to minus j omega t into dt. This is x of t. Okay, so എന്താണ് വേണ്ടത്? നമുക്ക് t into x of t in the Fourier transform is equal to j into d by d omega of x of j omega എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ഈ എക്സ് ഓഫ് ജെ ഒമേഗയുടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. കാരണം നമുക്ക് ഇവിടെ ഒരു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗ ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് ഒരു സൈഡ് എൽ എച്ച് എസ് മാത്രമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഈ ഒരു ഇക്വേഷനിൽ ബോത്ത് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. ഓക്കെ, സോ ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗ ലെഫ്റ്റ് സൈഡ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി വരെ കുഴപ്പമില്ല. ഈ ഇ റൈസ് ടു ജെ ഒമേഗ ടിക്ക് മാത്രമേ ഡിഫറൻസിയേഷൻ വരുള്ളൂ. കാരണം ആ ഒരു ടേമിൽ മാത്രമേ ഒമേഗയുള്ളൂ. ഓക്കെ, സോ ഡി ബൈ ഡി ഒമേഗ ഓഫ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഇൻറ്റു ടി ടി. ഈ രീതിയിൽ എഴുതാം. ഓക്കെ, ബിക്കോസ് എക്സ് ഓഫ് ടി എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ് അല്ലെ? ഡി ഒമേഗയിൽ ആ ഒമേഗ എന്ന് പറഞ്ഞ വേരിയബിൾ എക്സ് ഓഫ് ടിയിൽ വരുന്നില്ല. സോ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് വരും. സോ നമുക്ക് അവിടെ ഡിഫറൻസിയേഷൻ്റെ ആവശ്യമില്ല. ഡി ബൈ ഡി ഒമേഗ ഓഫ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി മാത്രമേ ചെയ്യേണ്ടുള്ളൂ. ഓക്കെ, ആൻഡ് എന്താണ് ഇത്? ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് വരും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി ബൈ ഡി ഒമേഗ ഓഫ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്താണ്? ഡി ബൈ ഡി ഒമേഗ ഓഫ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി എന്താണ് അതിന്റെ വാല്യൂ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ജെ ഇൻറ്റു ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി അല്ലേ? വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ ഒമേഗ ഒഴികെ ബാക്കി മൈനസ് ജെ ഇൻറ്റു ടി എന്താണ്? കോൺസ്റ്റന്റ് വാല്യൂസ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഡി ബൈ ഡി ഒമേഗ ഓഫ് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഇസ് ഈക്വൽ ടു മൈനസ് ജെ ഇൻറ്റു ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി. ഓക്കെ, അതെന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു മൈനസ് ജെ ഇൻറ്റു ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി ഇൻറ്റു ഡി ടി. ഓക്കെ, ഹിയർ ജെ ആൻഡ് ടി എന്ത് ചെയ്യുക? ഇവിടെ ജെ എന്താണ്? മൈനസ് ജെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് അല്ലേ? സോ നമുക്കത് ഇന്റഗ്രേഷൻ്റെ ഔട്ട് സൈഡ് എടുക്കാം. സോ മൈനസ് ജെ ഇൻറ്റു
integral minus infinity to infinity x of t into e raised to minus j omega t into t into dt. ഓക്കെ, ഇവിടെ ടി എന്ന് പറഞ്ഞ ടേം വരുന്നുണ്ട്. ഇതുവരെ ക്ലിയർ ആവുന്നില്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആവുന്നില്ലേ? ഏതെങ്കിലും സ്റ്റെപ്പിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് ജെ ഇൻറ്റു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഹോൾ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് ആ ഒരു പ്രൂഫിലേക്ക് എത്തേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയത്. ഓക്കെ, അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗയാണ്. ഓക്കെ, സോ നമുക്ക് ഇതിനെ ഈ ഒരു ടേം എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഇൻറ്റു ഡി ടി. എന്താണ് അതിന്റെ വാല്യൂ? നമുക്ക് അതിനെ മാറ്റിയിട്ട് ഫോറിയർ ട്രാൻസ്ഫോം മൈനസ് ജെ പുറത്തുണ്ട്, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റുമോ? എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എന്തായിരുന്നു? അത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യും മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ജെ ഒമേഗ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഇൻറ്റു ഡി ടി. ഇതാണ് ഇക്വേഷൻ അല്ലേ? ഇതാണ് എക്സ് ഓഫ് ജെ ഒമേഗയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ഓഫ് ടിക്ക് പകരം ടി ഇൻറ്റു എക്സ് ഓഫ് ടി ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതായിരുന്നു? ദിസ് ഇസ് ഈക്വൽ ടു ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് എഴുതാമായിരുന്നു അല്ലേ? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2, ഈ 2 ഇക്വേഷൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എക്സ് ഓഫ് ടിക്ക് പകരം എന്താണുള്ളത്? ടി ഇൻറ്റു എക്സ് ഓഫ് ടി ആണുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷനെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് എഴുതാമെങ്കിൽ ഈ ഒരു ടേമിനെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് എഴുതിക്കൂടെ? ഇക്വേഷൻ നമ്പർ 1 നോക്കുക, എഴുതാൻ പറ്റില്ലേ? യെസ്, അപ്പം ആ രീതിയിലാണ് ഞാൻ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തു? അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താണ്? ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു or t into x of t, its Fourier transform will be is equal to j by d omega of x of j. Okay, so ഇവിടെയുള്ള j എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. സോ d by d omega of x of j ഡിവൈഡഡ് ബൈ മൈനസ് j വരും. ഓക്കെ, 1 by minus j എന്താണ്? 1 by minus j എന്താണ്? ഞാൻ മുന്നത്തെ ക്ലാസ്സിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 1 by minus j is equal to what? It's equal to j. So that is equal to a Fourier transform of t into x of t is there, and this can be written like j into d by d omega of x of j omega. Okay, because 1 by minus j is equal to j. Okay, that is equal to Fourier transform of t into x of t. ഈ സ്റ്റെപ്പ് വരെ കിട്ടി. ഓക്കെ, ഇനി നോക്കിയേ, ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടി ഇൻറ്റു എഫ് ഓഫ് ടി, ടി ഇൻറ്റു എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം ആണെന്തോ ജെ ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗ. അതന്നെയല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നമ്മൾ പ്രൂഫ് എന്തായിരുന്നു? ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഇറ്റ്സ് ഫോറിയർ ട്രാൻസ്ഫോം വിൽ ബി ഈസ് ഈക്വൽ ടു വാട്ട്? ജെ ഇൻറ്റു ഡി ഒമേഗ ബൈ ജെ ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗ. എനിക്ക് അതന്നെയല്ലേ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഫോറിയർ ട്രാൻസ്ഫോം നമുക്ക് എങ്ങനെ എഴുതാം? ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം അല്ലേ? ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ജെ ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഓഫ് ജെ ഒമേഗ. ഇതല്ലേ ഇവിടെ കിട്ടിയിരിക്കുന്നത്.
Is it clear? Okay. സോ ഈ ഒരു പ്രൂഫ് ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈനിന്റെ പ്രൂഫ് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു പ്രോപ്പർട്ടി പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഇതിന്റെ പ്രൂഫ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് convolution property. Okay, this is the final property, convolution property. That is, if x1 of t Fourier transform gives x1 of j omega and x2 of t Fourier transform is x2 of j omega, then x1 of t convolution x2 of t Fourier transform gives x1 of j omega into x2 of j omega. Okay, so convolution in time domain എന്താണ്, നമ്മൾ x1 of t convolution x2 of t ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൺവല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലാണെങ്കിലും ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിലാണെങ്കിലും എന്താണ് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട് അല്ലേ, 2-3 മെത്തേഡ്സ് ഉണ്ട്. ഗ്രാഫിക്കൽ മെത്തേഡ്, ബൈ യൂസിങ് ഇക്വേഷൻ മെത്തേഡ്, പിന്നെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ ആയിരുന്നു നമ്മൾ x1 of t ആൻഡ് x2 of t കൺവല്യൂഷൻ കണ്ടുപിടിച്ചത്. ഓക്കെ, ബട്ട് നോക്കിയേ, ഇത് ഫ്രീക്വൻസി ഡൊമൈനിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Okay, that is convolution in time domain corresponds to multiplication in frequency domain. Okay, ഇതൊക്കെയാണ് ഒരു അഡ്വാൻറ്റേജസ്. ഇപ്പോൾ 2 സിഗ്നൽസ് കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലുള്ള സിഗ്നൽസ് ആണ്. ഓക്കെ, അതിന്റെ കൺവല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് വേണം കൺവല്യൂഷൻ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി ഇഫ് ദ സിഗ്നൽസ് ആർ സംവട്ട് കോംപ്ലക്സ് ആണെങ്കിൽ നമുക്ക് ആ ഒരു കൺവല്യൂഷൻ പ്രോസസ് ഓൾസോ ബിക്കം മോർ കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, ബട്ട് ആ ഒരു സിഗ്നൽസിനെ 2 സിഗ്നൽസിനെ if you are able to convert into corresponding frequency domain, then its convolution is easier അല്ലേ, ജസ്റ്റ് ആ 2 സിഗ്നൽസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ അതാണ് ഒരു ബെനിഫിറ്റ്. നമ്മൾ ഫ്രീക്വൻസി ഡൊമൈൻസിലെ സിഗ്നൽസിനെ റെപ്രസെന്റ് ചെയ്യുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ് ഇതാണ്. ഓക്കെ, എന്താണ് ഇപ്പൊ ടൈം ഡൊമൈനിലാണെങ്കിൽ നമ്മൾ അതിന്റെ കൺവല്യൂഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ബട്ട് അത് ഫ്രീക്വൻസി ഡൊമൈനിലാണെങ്കിൽ ജസ്റ്റ് ആ 2 സിഗ്നൽസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. Okay, so we have already discussed about 7 properties. First one is the linearity property, and second one time shifting property, third one frequency shifting property, fourth one time reversal, then fifth one differentiation in time domain, sixth one differentiation in frequency, and finally seventh one convolution property. Okay, ഇതൊക്കെയാണ് different properties of Fourier transform. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് സെഷനാണ്, ഇത് മസ്റ്റായിട്ടും ചോദിക്കുന്നതാണ് എക്സാമിന്. അപ്പോൾ ഇത് നീറ്റായിട്ട് പഠിക്കാം. ഇത് നീറ്റായി പഠിച്ചു, അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇനി ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടീസ് വരും, വേറെയും കുറേ ട്രാൻസ്ഫോംസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് വരും. അപ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ്, ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നീറ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്ത് നമുക്ക് മറ്റുള്ള ട്രാൻസ്ഫോംസിൻ്റെയും പ്രോപ്പർട്ടീസ് എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു properties of Fourier transform മനസ്സിലാക്കി പഠിക്കുക. ആൻഡ് ഓൾസോ യു ഷുഡ് സ്റ്റഡി ദ ഡിഫറൻസിയേഷൻ ഫ്രീക്വൻസി, ഈ ഒരു പ്രോപ്പർട്ടിയുടെ എന്ത് ചെയ്യുക, പ്രൂഫ് കൂടി പഠിക്കുക. ഓക്കെ, അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങൾ ഇന്ന് എന്തായാലും നീറ്റായിട്ട് പഠിക്കുക. ഈ പ്രോപ്പർട്ടീസ് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ഒരു ന്യൂമറിക്കൽ നോക്കാം. ഈ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഫൈൻഡ് ദ കണ്ടിന്യൂസ് ടൈം Fourier transform of the signal. Find the continuous time Fourier transform of the signal x of t is equal to t into e raised to minus at u of t. Okay, this is a question using appropriate property. Okay, using continuous question ആണ്, using appropriate property
state and prove the property used, and also state and prove the property used. Okay, this is the question. Find the continuous time Fourier transform of the signal x of t is equal to t into e raised to minus at u of t using appropriate property, and also state and prove the property used. ഓക്കെ, ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഫോറിയർ ട്രാൻസ്ഫോം ആ രീതിയിലും ചോദിക്കാം. അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടി പറഞ്ഞിട്ട് അതിനെ സ്റ്റേറ്റ് ചെയ്യാനും ഇനി അതിൻ്റെ പ്രൂഫ് ഉണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യാനും ചോദിക്കാം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം, സൊല്യൂഷൻ നോക്കാം. What is x of t? X of t is equal to t into e raised to minus at into u of t. This is x of t. Okay, so we have what? We have e raised to minus at u of t. Its Fourier transform എന്താണ്? e raised to minus at u of t അതിന്റെ Fourier transform എന്താണ്? ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. e raised to minus at u of t. What is its Fourier transform? Or Fourier transform of e raised to minus at u of t എന്താണ് വാല്യൂ? ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് പറഞ്ഞോളൂ. Okay, 1 by a plus j omega, അല്ലേ? 1 by a plus j omega. So we can write e raised to minus at u of t Fourier transform gives 1 by a plus j omega. Okay, this is a standard result ആണ്. Okay, നമ്മൾ already find out ചെയ്ത standard result ആണ്. Okay, and what is t into e raised to minus at u of t? Its Fourier transform. ഇത് ഏത് പ്രോപ്പർട്ടി ആണ്? ഓക്കെ, ഇത് ഏത് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞേ. വിച്ച് പ്രോപ്പർട്ടി ഈസ് ദിസ്? ടി ഇൻറ്റു എക്സ് ഓഫ് ടി ഏത് പ്രോപ്പർട്ടിയാണ്? ഏത് പ്രോപ്പർട്ടിയാണ്? യെസ്, ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ അല്ലേ? നോക്കൂ, ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി ഈ പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി Fourier transform x of j omega ആണെങ്കിൽ t x of t Fourier transform will gives j into d by d omega of x of j omega. Okay, so അതന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. Okay, so what is t into e raised to minus at u of t? That is equal to j into d by d omega of x of j omega. Okay, so നമുക്ക് എങ്ങനെ എഴുതാം? That is equal to j into d by d omega of what is x of j omega? e raised to minus at u of t യുടെ Fourier transform എന്താണ്? അതിന്റെ Fourier transform is equal to 1 by a plus j omega ആണ് അല്ലേ? സോ നമുക്ക് ആ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is equal to j by d omega of 1 by a plus j omega will gives minus 1 into j divided by a plus j omega whole square. Okay, ഇതെങ്ങനെയാണ് വരുന്നത്? d by dx of 1 by x is equal to 1 by x square ആ രീതിയിൽ വരും. ഓക്കെ, 1 by x square into പിന്നെ ആ എക്സിൻ്റെ ടേംസിൽ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് വേറെ എന്തെങ്കിലും കോൺസ്റ്റൻസ് വരുന്നുണ്ടെങ്കിൽ അതും. ഓക്കെ, ഇവിടെ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗയാണ്. സോ 1 by a plus j omega ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ ഒമേഗയുടെ അടുത്ത് എന്താ വരുന്നത്? ഒരു ജെ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, സോ ആ ജെയുടെ വാല്യൂ കൂടി വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു j and j square വരും. j square means minus 1. Minus 1 into minus 1, 1. That is equal to 1 by a plus j omega whole square. Okay, this is the answer. So, Fourier transform of t into e raised to minus at into u of t
equal to what? 1 by a plus j omega whole square. Okay, this is the answer. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേം എഴുതാം, അല്ലെങ്കിൽ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി യു ഓഫ് ടി ഗീവ്സ് മീൻസ് ആ ഗീവ്സിന്റെ മുകളിൽ ഫോറിയർ ട്രാൻസ്ഫോം കാണിച്ചാൽ മതി. ഓക്കെ, രണ്ട് റിവേഴ്സിബിൾ ആണ്, രണ്ട് സൈഡിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും ഈ ഒരു റെപ്രസെന്റേഷൻ എന്താണ്, രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു തരത്തിൽ റിപ്രസെന്റ് ചെയ്യാം. So this is the answer. അപ്പോൾ എന്താണ് നമ്മുടെ ഫൈൻഡ് ദ കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ സിഗ്നൽ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് എ ടി യു ഓഫ് ടി പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ആൻഡ് ഇവിടെ എന്താ പറയുന്നത്, സ്റ്റേറ്റ് ആൻഡ് ഓൾസോ പ്രൂവ് ദ പ്രോപ്പർട്ടി. ഓക്കെ, അപ്പം എന്തായിരുന്നു പ്രോപ്പർട്ടി? പ്രോപ്പർട്ടി എന്തായിരുന്നു? ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. ഓക്കെ, ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ. ഇതാണ് പ്രോപ്പർട്ടി. ആൻഡ് വാട്ട് ഈസ് എ പ്രോപ്പർട്ടി? If x of t Fourier transform gives x of j omega, then t into x of t Fourier transform gives j into d by d omega of x of j omega. Okay, this is the property. Okay, ഇതിൽ പ്രൂഫ് കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രൂഫ് ഞാൻ ജസ്റ്റ് തൊട്ട് മുന്നേ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ആ പ്രൂഫ് കൂടി എഴുതാം, എന്നാലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഓരോ ടേംസിനും സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് മാർക്ക് ഉണ്ടാവുക. എന്താണ് ഇവിടെ നിങ്ങൾക്ക് യു ഹാവ് ടു ഫൈൻഡ്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഫൈൻഡ് സി ടി എഫ് ടി, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുക, ആ ഒരു പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുക, ആൻഡ് ഓൾസോ യു ഹാവ് ടു പ്രൂവ് ദാറ്റ് പ്രോപ്പർട്ടി ഓൾസോ. ഓക്കെ, ഫസ്റ്റ് തന്നെ നോക്കുക, അത് നോക്കിയിട്ട് ഏതാ പ്രോപ്പർട്ടി എന്ന് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഏത് പ്രോപ്പർട്ടി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം ആ സെയിം പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചെയ്യുക, അതിനെ പ്രൂവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനത്തെ ന്യൂമറിക്കൽസ് ചോദിക്കാം. ഇനി ഇങ്ങനെയല്ല, ജസ്റ്റ് എക്സ് ഓഫ് ടി ഒരു സിഗ്നൽ തരും ആൻഡ് അതിന്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറയും. അപ്പം അത് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ആ സിഗ്നൽ നല്ലോണം അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി, നമ്മൾ ഓൾറെഡി പഠിച്ച ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, പറ്റുവാണെങ്കിൽ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് വേഗം ഫൈൻഡ് ഔട്ട് ചെയ്യാം. കാരണം നമുക്ക് പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ സിമ്പിളർ ആയിട്ട് ഈസിയർ ആയിട്ട് എന്ത് ചെയ്യാം, അത് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്ന പോലെ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് എക്സ് ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ജെ ഒമേഗ ടി ഇൻറ്റു ഡി ടി. ആ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ എക്സ് ഓഫ് ടിക്ക് ആ സിഗ്നൽ വാല്യൂ കൊടുത്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഫൈനലി അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. ഓക്കെ, പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യണ്ട, ഡയറക്റ്റ് തന്നെ നമുക്ക് ആ പ്രോപ്പർട്ടീസ് വെച്ച് എഴുതാം. ഇനി പ്രോപ്പർട്ടീസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്യാം, ഇക്വേഷൻ വെച്ച് തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, നോട്ടിലുണ്ട് അത്. ഓക്കെ, അത് നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കാം. പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പം ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പം ഒന്ന് വേഗം അറ്റൻഡൻസ് പറഞ്ഞേ.